ഞാൻ ഇത് ഉദ്ധരിച്ചത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. പാപം ചെയ്ത് പിന്നീട് അള്ളാഹു നൽകിയ ഈ നല്ല പ്രകൃതിയെ, ശുദ്ധ പ്രകൃതിയെ പാപികൾ മലിനമാക്കുന്നു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ശരീരത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. അതിനെ ശരിപ്പെടുത്തിയ അള്ളാഹുവെ പിടിച്ചു സത്യം ചെയ്യുകയാണ്. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും അതിന് ബോധനമേകിയതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ച് പിന്നെ പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സ്വന്തത്തെ സംസ്കരിച്ചവൻ, നന്നാക്കിയവൻ തീർച്ചയായും വിജയം വരിച്ചു. അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു എന്ന്. ശുദ്ധപ്രകൃതി നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംസ്കരിക്കുവാൻ, നന്നാക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്, കൽപ്പിക്കുകയാണ്. സംസ്കരണത്തിൽ തുടർത്താൻ, മലിനപ്പെടുത്തരുത്, ദുഷിപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുകയാണ്. പക്ഷെ മനുഷ്യന്മാർ പാപം ചെയ്ത് ശുദ്ധമായതിനെ മലിനമാക്കുന്നു, അശുദ്ധമാക്കുന്നു. അപ്പോൾ അവർ ആ നഫ്സിനോട് ചെയ്യുന്നത് എന്താണ്? അക്രമമാണ്, ദുൽമാണ്. അതാണിവിടെ വലൗ യറല്ലദീന ളലമു, ദുൽമു ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ. ആരോട് ദുൽമു ചെയ്തവർ? സ്വന്തത്തോട് ദുൽമു ചെയ്തവർ. ഇതും ഇവിടെ ഉദ്ദേശമാണ്. അപ്പം അള്ളാഹുവിനോട്, അവൻ്റെ ഹക്കിനോട്, അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ച് മഹത്തുക്കളെയും പുണ്യാളന്മാരെയും സമന്മാരാക്കിയിട്ട് അവരോട് ദ്രോഹം ചെയ്തവർ, പിന്നെ സംശുദ്ധമായിരുന്ന തൻ്റെ നഫ്സിനെ വിശിഷ്യ ശിർക്ക് ചെയ്ത് മലിനമാക്കിയ ആ നഫ്സുകൾ, അതിനോടൊക്കെ അക്രമം ചെയ്തവർ, അതാണിവിടെ ഉദ്ദേശം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ് എന്നാണ്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. ഇവിടെ അന്ന എന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥവും അതേപോലെ തഅലീൽ, കാരണം എന്ന ആശയവും ദ്യോതിപ്പിക്കാനാണ്. ദുൽമു ചെയ്തവർ അദാബിനെ കാണുമ്പോൾ പല ഭീതിപ്പെടുത്തുന്നതും ഭയാനകവുമായ കാഴ്ചകൾ അവർക്ക് കാണാനുണ്ട് എന്നാണല്ലോ ആശയം. കാരണം തീർച്ചയായും ഈ അദാബ് കൊടുക്കുന്ന, അദാബിന് വിധേയമാക്കുന്ന അള്ളാഹു, അവൻ എല്ലാത്തിനും കഴിവുറ്റവനും. ആ അദാബ് നൽകുമ്പോൾ എല്ലാ കഴിവും അവന് പ്രത്യേകമാണ് എന്നുള്ളതുമാണ്. അതാണിവിടെ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. കാരണം എല്ലാ കഴിവും അള്ളാഹുവിന് പ്രത്യേകമാണ്. അള്ളാഹുവിൻ്റെ അദാബാണിത്. അതാണ് ആ കാണുന്നത്. അള്ളാഹുവിനാകുന്നു കഴിവുകൾ മുഴുവൻ. ഈ കാണുന്നത് ലിഅന്നഹു അദാബുല്ലാ വലില്ലാഹിൽ ഖുവ്വത്തു ജമീഅ. അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അള്ളാഹുവിനാകുന്നു കഴിവ് മുഴുവനും. ജമീഅ ജിൻസിൽ ഖുവ്വത്തി സാബിത്തുൻ ലില്ലാഹ്. അതാണ് അതിൻ്റെ അർത്ഥം. ശക്തിയുടെ എല്ലാ വകുപ്പും അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാകുന്നു. മാത്രമല്ല വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഷദീദുൽ അദാബ് എന്ന് പറഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നതാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യവും കരുത്തിൻ്റെ പൂർണ്ണതയും നമ്മൾ പലയിടത്ത് പഠിച്ചു പോന്ന വിഷയമാണ്.